സ്വഹീഹുൽ ബുഖാരി ദർസ് 76 കിതാബുൽ ഇൽമ് അടുത്ത അധ്യായം ബാബു മൻ ഖസ്സ ബിൽ ഇൽമി ഖൗമൻ ദൂന ഖൗമിൻ കറാഹിയത അല്ലാ യഫ്ഹം. ബാബു അധ്യായം മൻ ഖസ്സ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് പ്രത്യേകമാക്കൽ, ഖൗമൻ ഒരു വിഭാഗം ആളുകളെ, ദൂന ഖൗമിൻ മറ്റു വിഭാഗം ആളുകളെ ഒഴികെ, കറാഹിയത ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അല്ലാ യഫ്ഹമു അവർ മനസ്സിലാക്കുകയില്ല എന്ന്. അപ്പോൾ ചില അറിവുകൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റു ചിലർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. കാരണം അവരത് അറിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ അവരിൽ നിന്ന് ആ ഇൽമു മറച്ചു വെക്കാം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാം എന്നത് സംബന്ധിച്ചാണ്. ഹദീസ് നമ്പർ 127. وقال علي حدثوا الناس بما يعرفون أتحبون أن يكذب الله ورسوله. അലി റളിയല്ലാഹു അൻഹു പറയാം, ഹദ്ദിസു അന്നാസ, നിങ്ങൾ ജനങ്ങൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുക, ബിമാ യഅരിഫൂന, അവരറിയുന്നത്, എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഗ്രഹിക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കുക. അതുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ, അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും വ്യാജമാക്കപ്പെടാൻ, എന്നാൽ ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ അൽമ പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നബിവചനല്ല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇതിൻ്റെ സനദ് പിന്നീടാണ് പറയുന്നത്. ഹദ്ദസന ഉബൈദുല്ലാഹി ഇബ്നു മൂസ അൻ മഅറൂഫ് ബിൻ ഖറബൂദ് അൻ അബി തുഫൈൽ അൻ അലിയിൻ ബിദാലിക. ഇവിടെ ഈ ഹദീസ് അല്ലെങ്കിൽ ഈ അലി റളിയല്ലാഹു അൻഹു അസർ റിപ്പോർട്ട് ചെയ്ത അബൂ തുഫൈൽ ആമിർ ബിൻ വാസില അൽ ലൈസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. അവസാനം മരിച്ച സ്വഹാബി അദ്ദേഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആര്? അബൂ തുഫൈൽ ആമിർ ബിൻ വാസില അൽ ലൈസി. ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയങ്ങൾ ആവശ്യമില്ലാതെ പൊതുജനത്തിന് മുമ്പിൽ ഇട്ടു കൊടുക്കരുത് എന്നതാണ്. അതേസമയം ഒരു വിഷയം ചർച്ചയായി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് അത് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ആക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോളജ് എക്സ്പ്ലോഷൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഒരു സംഗതി മറച്ചു വെക്കാൻ പ്രയാസമാണ്, കാരണം എല്ലാം അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതുപോലെ ഏകദേശം ഇതേ ആശയം തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറഞ്ഞതായിട്ട് സ്വഹീഹ് മുസ്ലിമിലെ റിപ്പോർട്ടിൽ കാണാം. മാ അൻത ബിമുഹദ്ദിസിൻ ഖൗമൻ ഹദീസൻ ലാ തബ്ലുഹു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്നതൻ. മാ അൻത ബിമുഹദ്ദിസിൻ, നീ ഒരു മുഹദ്ദിസ് അല്ല. ഖൗമൻ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. ഖൗമൻ ഒരു ജനതയ്ക്ക്, ഹദീസൻ ഒരു ഹദീസ്, ലാ തബ്ലുഹു ഉഖൂലുഹും അവരുടെ അക്കലുകൾക്ക് ബുദ്ധികൾക്ക് എത്താൻ പറ്റാത്ത, പ്രാപിക്കാൻ പറ്റാത്ത, ഇല്ലാ കാനലി ബഅദിഹിം ഫിത്ന, അത് അവരിൽ ചിലർക്ക് ഫിത്ന ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഹദീസുകൾ ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഫിത്ന ഉണ്ടാക്കരുത്. അവരുടെ സ്റ്റാൻഡേർഡിന് യോജിക്കാത്ത വിധത്തിൽ, അവരുടെ ബുദ്ധി ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ, അവർക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്തിട്ട് ഫിത്ന ഉണ്ടാക്കരുത് എന്നതാണ്. ഇനി ഇതിനൊരു ഉദാഹരണം ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം താബി പണ്ഡിതനാണ്. അദ്ദേഹമായിരിക്കാനാണ് സാധ്യത, ഹസൻ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവർ ഉറൈനികളുടെ കഥ പറയുന്ന ഹദീസ് ഖിസ്സത്തുൽ ഉറനിയീൻ എന്ന് പറയും. ഖിസ്സത്തുൽ ഉറൈനിയീൻ അല്ലെങ്കിൽ ഉക്കലീൻ എന്ന് പറയും. അവരുടെ കഥ പറയുന്ന ഹദീസ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വധിച്ച ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ധിക്കാരിയായ ഭരണാധികാരി, അദ്ദേഹത്തിന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ ഖിസ്സത്തുൽ ഉറനിയീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു അപൂർവ സംഭവമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ഹദീസിൽ വന്നിട്ടുള്ളതാണ്, വളരെ സഹീഹായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായൊരു ശിക്ഷാ നടപടി അതിലുള്ള പ്രതികൾക്ക് എതിരെ നടത്തിയിട്ടുണ്ട്. അതെന്താ? അതിൻ്റെ ചുരുക്കം ഇത്രയാണ്. ഉറൈന അല്ലെങ്കിൽ ഉക്കൽ എന്ന ഗോത്രത്തിൽ നിന്ന് അമുസ്ലിങ്ങളായ ഒരു സംഘം മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അവർ പ്രത്യക്ഷത്തിൽ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിലുള്ള അറിയാൻ പറ്റുള്ളൂ, കൽബിലില്ല. അത് അവരുടെ കൽബിലില്ലായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് ഉള്ള സംഭവത്തിൽ മനസ്സിലാവുന്നത്. ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഇവിടെ ഞങ്ങൾക്ക് മദീനയിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയാകുന്നില്ല, അന്തരീക്ഷം, അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളും, അവർക്ക് അസ്വസ്ഥങ്ങളും ശാരീരിക പ്രയാസം ഉണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ കൊടുത്തു. എന്താണ്? മെഡിസിൻ ആയിട്ട്, മരുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഇടയനെ സമീപിക്കണം.
ഒട്ടകത്തെ മേയ്ക്കുന്ന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ മേയ്ക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒരു ഇടയൻ. ആ ഇടയൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഒട്ടകങ്ങളുണ്ടാകും. ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിക്കണം, അത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ അപ്രകാരം ചെയ്തു. ആ ഒട്ടകത്തിൻ്റെ മൂത്രവും പാലും കുടിച്ചു ഒട്ടകങ്ങളുടെ. അവരുടെ അസുഖം ഭേദമായി. അസുഖം ഭേദമായപ്പോൾ അവരെന്ത് ചെയ്തു? ഇസ്ലാമിൽ നിന്ന് മാറി, ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ച ആ ഇടയനുണ്ടല്ലോ, മേക്കാരൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയൻ, ആ ഇടയനെ അവർ വധിച്ചു. എന്നിട്ട് ഈ ഒട്ടകങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി അവർ അവിടുന്ന് സ്ഥലം വിട്ടു. ഇതറിഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ അയച്ചു, അവരെ പിന്തുടർന്നു. അവരെ പിടികൂടിയിട്ട് എന്ത് ചെയ്തു? അവരുടെ കൈയും കാലും മുറിച്ചു, കൈകളും കാലുകളും മുറിച്ചു. എന്നിട്ട് അവരെ കണ്ണുകൾ ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് ചൂന്നെടുത്തിട്ട് ചൂടുള്ള സ്ഥലത്ത് അവരെ കൊണ്ട് ഉപേക്ഷിച്ചു. അവർ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു? അവിടെ കിടന്ന് മരിച്ചു. പക്ഷെ ആ ക്രൂരന്മാർ. അപ്പോൾ അത്രയും വലിയ ക്രൂരത, അവരെ സഹായിച്ച ആളെ അവരെന്ത് ചെയ്തു? കൊന്നു എന്ന് മാത്രമല്ല, ആ ഒട്ടകങ്ങളെയും കൊണ്ട് കടന്നു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ചെയ്യരുത് എന്ന നിലക്ക് അവർക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരു പാഠം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപൂർവമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ശത്രുക്കൾക്ക് മാപ്പ് നൽകിയതായിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു റയർ കേസാണ്. കാരണം ഇത് അത്ര വലിയ ക്രൂരതാണ് അവർ ചെയ്തത് ആ ഇടയനോട്. അപ്പോൾ അതേപോലെ അവരുടെ രോഗം ഭേദമാക്കി ഇതിന് കാരണമായ ആ ഒട്ടകങ്ങൾ അതിനെയും കൊണ്ട് കടന്നു കളയാനാണ് അവർ നോക്കിയത്. കടന്നു കളഞ്ഞു. പിന്നെ സ്വഹാബാക്കൾ പിന്തുടർന്നാണ് പിടിച്ചു കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു കഥ ഇത് ഹജ്ജാജ് ബിൻ യൂസുഫിനെ പോലെ ധിക്കാരിയായ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അന്യായമായിട്ട് ജനങ്ങളെ വധിക്കുന്ന ആളാണ്. സഹാബിയായ അബ്ദുല്ലാഹി ബിൻ സുബൈർ ഈ അവരുടെ ഭരണം, ഖിലാഫത്ത് മറ്റൊരു ഖലീഫയുടെ, അന്നത്തെ ഖലീഫയുടെ പ്രവിശ്യ ഗവർണർ ആയിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. അപ്പോൾ അത് അവർക്ക് ബൈഅത്ത് ചെയ്യാത്തതുകൊണ്ട്, അവർ അംഗീകരിക്കാത്തതുകൊണ്ട് ആ കാരണം പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്ന പ്രമുഖ സ്വഹാബിയെ വധിച്ച ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. മുസ്ലിം തന്നെ, പക്ഷേ അത് ധിക്കാരിയായിരുന്നു. അപ്പോൾ അയാളൊരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് ഇത്തരം ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെന്ത് ചെയ്യും? അയാളുടെ ഈ രക്തച്ചൊരിച്ചിലുകൾക്ക്, അയാളുടെ യുദ്ധങ്ങൾക്ക് അല്ലെങ്കിൽ അന്യായമായ കൊലപാതകങ്ങൾക്ക് ഇത്തരം ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വിവരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.